പാകിസ്ഥാൻ വിരണ്ടോടുകയാണ് ബലൂചിസ്ഥാനെ പേടിച്ച്. കഴിഞ്ഞ ദിവസം ജാഫർ എക്സ്പ്രസ് ബന്ദികൾ പിടിച്ചെടുത്തത് മുതൽ പാകിസ്ഥാൻ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്ന് പാകിസ്ഥാൻ ഒരു പിടിയുമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനെ തുരത്താൻ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെത്തുകയാണ്. പാകിസ്ഥാൻ ഞങ്ങൾ വേണമെങ്കിൽ ഇന്ത്യയോടൊപ്പം ചേർന്നോളാം, പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട എന്ന നിലപാട്, പാകിസ്ഥാനോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കണ്ട എന്നുള്ള നിലപാട്. പാകിസ്ഥാൻ രണ്ടായി പിളരാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ നമ്മൾ ഇതിനു മുൻപേ കണ്ടതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ രാജ്യം മുഴുവൻ നാണക്കേടിൻ്റെ മറ്റൊരു പേരായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘം ആളുകൾ ഈ ജാഫർ എക്സ്പ്രസിൽ വരുന്നത് മുഴുവൻ പാകിസ്ഥാന്റെ സൈനികർ, പിന്നെ പാകിസ്ഥാന്റെ കമാൻഡറിലുള്ളവർ, അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി എന്താ പറയുക, ആരോഗ്യ രംഗത്ത് മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. കുറച്ച് സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഉള്ളു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ ജാഫർ എക്സ്പ്രസ് പിടിച്ചെടുക്കുമ്പോൾ അതിനുള്ള സാധാരണക്കാരെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെയൊക്കെ അവർ മോചിപ്പിച്ചു. ഈ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ബലൂചിസ്ഥാനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ബലൂചിസ്ഥാനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം സൈന്യത്തെയാണ് അവർ ബന്ദികളാക്കിയത്. അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാണ് അവർ പോരാടുന്നത് എന്നുള്ളത്. ഓപ്പറേഷൻ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പാക് സൈന്യം. പിന്മാറിയില്ലെങ്കിൽ പൂർണ്ണമായി നശിപ്പിക്കുമെന്നാണ് ഭീകരരുടെ ഭീഷണി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് ഈ പാകിസ്ഥാൻ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത്? ആരാണ് ഈ സംഘം എന്നത് കഴിഞ്ഞ ദിവസം മുഴുവൻ ചോദ്യമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതായത് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടുന്ന ഒരു ആർമിയാണ്. അവർ ഇന്ത്യയാണ് അവർക്ക് സഹായം നൽകുന്നത് എന്നുള്ള ചില വിവരങ്ങൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കാരണം ബലൂചിസ്ഥാൻ അഫ്ഗാനുമായി ഇപ്പോൾ നല്ല ബന്ധം പുലർത്തുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധം പുലർത്തിയത്. അത് ബലൂചിസ്ഥാന് അഫ്ഗാൻ വഴി ആയുധങ്ങൾ കൈമാറാൻ ഇന്ത്യ കണ്ടെത്തിയ ഒരു എളുപ്പ വഴിയാണ് അഫ്ഗാനുമായുള്ള ബന്ധം എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ ആളുകൾ പല ഭാഗത്തു നിന്നും പുറത്തു വരുന്നുണ്ട്. അത് ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് എന്നാണ് ഇന്ത്യ പലരോടും ചോദിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനോട് പറയുന്നതും അങ്ങനെയാണ്, ഞങ്ങൾ ബലൂചിസ്ഥാനെ സഹായിക്കുന്നുവെങ്കിൽ അക്കാര്യത്തിൽ പാകിസ്ഥാന്റെ അനുമതിയൊന്നും വേണ്ട, പാകിസ്ഥാന്റെ ഇടപെടലുകളൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്, ഞങ്ങളുടെ കാര്യങ്ങളിൽ തൽക്കാലം പാകിസ്ഥാൻ തലയിടണ്ട എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. എന്തായാലും ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് ഈ ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 2000-ന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒഴിവാക്കലിലൂടെയാണ് ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ BLA ഉയർന്നു വന്നത്. പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ, സർക്കാർ സംഘടനകൾ, ഇൻസ്റ്റലേഷനുകൾ എന്നിവയ്ക്കെതിരെ, പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി CPEC പ്രകാരം ചൈനീസ് ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റലേഷനുകൾക്കെതിരെ അവർ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട്. മജീദ് ബ്രിഗേഡ്, ചാവേർ ആക്രമണ യൂണിറ്റുകൾ, ഗറില്ല ആക്രമണങ്ങൾക്ക് പേരുകേട്ട ഫത്തേ സ്ക്വാഡ് എന്നിവ ഉൾപ്പെടെ പരിശീലനം ലഭിച്ച യൂണിറ്റുകളാണ് സാധാരണയായി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പാകിസ്ഥാനിൽ BLA നിരോധിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ ഇതൊരു തീവ്രവാദ സംഘടനയായി കണക്കാക്കപ്പെടുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതിന്റെ പ്രവർത്തനങ്ങൾ പ്രൊഫഷണൽ രൂപങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത്. 2011 സ്ഥാപിതമായ മജീദ് ബ്രിഗേഡ് BLAയുടെ പ്രത്യേക സേനാ വിഭാഗമാണ്. കൂടാതെ ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മഹത്യാപരമായ പ്രവർത്തനങ്ങളിൽ സമർത്ഥരുമാണിവർ. 1974 പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയെ വധിക്കാൻ ശ്രമിച്ച അബ്ദുൾ മജീദ് ബലൂജിന്റെ ബഹുമാനാർത്ഥം ഉത്ഭവിച്ച ഈ ബ്രിഗേഡ് നിരവധി ഉന്നത ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാനിലെ ബലോനിയിലാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം നടന്നത്.
ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന 100-ലധികം യാത്രക്കാരെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബന്ദികളാക്കിയത് എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പാകിസ്ഥാൻ വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് എന്നുള്ളതാണ്. 6 പാക് സൈനികരെ കൊലപ്പെടുത്തിയ BLA നടപടി ഉണ്ടായാൽ എല്ലാ ബന്ദികളെയും കൊലപ്പെടുത്തുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ട്രെയിൻ തട്ടിയെടുത്ത് യാത്രക്കാരെ ബന്ദികളാക്കിയതായി പ്രവിശ്യ ഗവൺമെന്റിന്റെയോ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊച്ചിയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസിൽ 9 ബോഗികളിലായി 400ഓളം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ട്രെയിനിന് നേരെ വെടിവയ്പ് നടന്നതായി റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു. 2000 മുതൽ അഫ്ഗാനിസ്ഥാനിലെ ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ സായുധ സംഘടന പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം 250ഓളം യാത്രക്കാർ ഇപ്പോഴും ബന്ദികളാണ്. ട്രെയിൻ തടഞ്ഞിട്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ഭൂപ്രദേശമായതിനാലും ബന്ദികളുടെ സുരക്ഷയിൽ ആശങ്കയുള്ളതിനാലും രക്ഷാപ്രവർത്തനം സങ്കീർണമാണെന്നാണ് പാക് സൈന്യം പറയുന്നത്. സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ ധരിച്ച ചാവേറുകൾ ബന്ദികൾക്ക് അരികിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട്. ബുധനാഴ്ച ട്രെയിനുള്ളിൽ കയറി അക്രമികളെ നേരിടുന്നതിൽ നിന്ന് പാക് സൈന്യം ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബുലാനയിലെ ഒരു തുരങ്കത്തിൽ വെച്ച റെയിൽപാളം തകർത്ത് BLA ഒരു പാസഞ്ചർ ട്രെയിൻ റാഞ്ചിയത്. 450ഓളം യാത്രക്കാർ ഇതിലുണ്ടായിരുന്നു. ജയിലിലടയ്ക്കപ്പെട്ട വിഘടനവാദികളെ വിട്ടയക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ട്രെയിൻ റാഞ്ചുന്നതിന്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്ലാതെ ഈ എന്താണ് ബലൂചിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആണോ ഇവർ ഉദ്ദേശിക്കുന്നത്, ഈ നേരത്തെ വലിയ തരത്തിലുള്ള ഈ ആയുധക്കോപ്പുകളൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ആയുധങ്ങളും ഈ പാകിസ്ഥാനെ നേരിടാനുള്ള ഈ എന്താ പറയുക ഈ ശക്തിയും ഒക്കെ ഉണ്ടായത് എന്നുള്ള അന്വേഷണത്തിലാണ് പാകിസ്ഥാൻ. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൂടെയാണ് പാകിസ്ഥാൻ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളത്. എന്തായാലും അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഇന്ത്യ അത് സ്ഥിരീകരിക്കുന്നവരെ നമുക്കത് പറയാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം, ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു എംബസി ഇന്ത്യയിൽ ഒരു എംബസിയൊക്കെ നടത്താൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ അനുമതി കൊടുത്തതൊക്കെ ഈ ബലൂചിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ സഹായിക്കുന്നതിൻ്റെ മുന്നോടിയായി അഫ്ഗാന് നൽകിയൊരു സമ്മാനം എന്നൊക്കെ ഉള്ള തരത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്തായാലും ബലൂചിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നയിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഹൈജാക്കാണ് ഇത് എന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. എന്തായാലും അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ സ്ഥിരീകരിക്കുന്നവരെ നമ്മൾ മൗനം പാലിച്ചേ മതിയാവൂ.